ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഊണ് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോവാം. ആദ്യം കായ വെച്ചിട്ടുള്ള മോര് കറിയാണ് ചെയ്യുന്നത്. കായ തൊലി കളഞ്ഞ് ഉപ്പ് ചേർത്ത വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിടുക. അപ്പോൾ കായയുടെ കറ കുറേയൊക്കെ അതിൽ പോയി കിട്ടും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്ത് വയ്ക്കുക. കളഞ്ഞ കായ കട്ട് ചെയ്ത് ഉപ്പ് ചേർത്ത് വെള്ളത്തിൽ 10-15 മിനിറ്റ് നേരം ഇട്ട് വയ്ക്കുക. അതിന് ശേഷം അത് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തെടുത്തതിന് ശേഷം കായയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് മുളക് പൊടി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. തള വന്ന് കഴിയുമ്പോൾ ഇളക്കിയിട്ടിട്ട് സിമ്മിൽ പിന്നെയും മൂടി വെച്ച് വേവിക്കുക. അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ, ഒരു വെളുത്തുള്ളി, ഇത്തിരി വെള്ളം ചേർത്ത് നന്നായി അരയ്ക്കുക. വെന്ത കായക്കൂട്ടിലേക്ക് അരപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. അരപ്പ് കുറച്ച് നേരം വേവാനായിട്ട് വെക്കുക. അരപ്പ് വേവുന്ന നേരം കൊണ്ട് അധികം പുളിയില്ലാത്ത തൈര് മിക്സിയുടെ ജാറിലൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കട്ട് കിട്ടിയതൊക്കെ ഒന്ന് മാറി കിട്ടും. ഓഫ് ചെയ്തതിന് ശേഷം തൈര് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. തീ ഓഫ് ചെയ്തില്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതിനുശേഷം കടുക് പൊട്ടിക്കുക. കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി പൊട്ടിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കറി ഒന്ന് 5 മിനിറ്റ് മൂടി വയ്ക്കുക. അത് കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ കടുക് പൊട്ടിച്ചതിന് മണമൊക്കെ നന്നായിട്ട് കറിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് കാന്താരി തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. കാന്താരി, ചുവന്നുള്ളി, പുളി, ഉപ്പ്, തേങ്ങ ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക. അതിലേക്ക് ഇത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. പച്ചവെളിച്ചെണ്ണയുടെ മണം നല്ല സ്വാദുമാണ്. കാന്താരിയുടെ എരിവ് കുറയാനും നല്ലതാണ്. ഇനി നമുക്ക് മുട്ട വറുക്കാം. പച്ചമുളകും സവാളയും ഉപ്പും 2 മുട്ടയും ഫോർക്ക് കൊണ്ട് നന്നായിട്ട് അടിച്ച് പതിപ്പിക്കുക. ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മുട്ട പതഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല സ്വാദായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചോറ്, കുറച്ച് മുതിരപ്പേരി ഉണ്ടായിരുന്നു, അതെടുത്തു, മോര് കൂട്ടാൻ, ചമ്മന്തി, മുട്ട വറുത്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.